ഒരു സംഭ്രാന്തി, പിന്നെ ബാലഗോപാൽ, പിന്നെ ഞാൻ യൂത്ത് കഴിഞ്ഞു വോട്ടിനിട്ടു. 2 കഴിഞ്ഞപ്പോൾ 90% വോട്ടിങ്, 6% സംഭ്രാന്തി, 6% ബാലഗോപാൽ. അങ്ങനെ അമ്മച്ചൻ ആദ്യമായിട്ട് സ്കൂളിൽ എടുത്തായി. വലിയ രസമായിരുന്നു. അതായത് ഇതൊക്കെ അല്ലേ ചെയ്യണ്ടു. പഠിക്കാൻ സമയം കിട്ടില്ല. വൈകുന്നേരം വരെ പഠി. പിന്നെ ഗെയിംസ്, ഓട്ടം, ചാട്ടം എല്ലാം പിച്ചുണ്ടാക്കണം, സാധനങ്ങളുണ്ടാക്കണം. സാധനങ്ങളൊന്നും ഇല്ല, ഗവൺമെൻറ് തന്നിട്ടില്ല. ആദ്യത്തെ പോലെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് എനിക്ക് പോവും. കവുങ്ങ് ചോദിക്കും. ഫ്ലാഗ് വാഷിന് കവുങ്ങാണ്. കവുങ്ങിട്ട് അതായത് ഓരോ കൊല്ലം ഓരോ വേണ്ടി ഇളനീര് വേണം, തേങ്ങ വേണം. ഇതൊക്കെ അവരത് അത്യാവശ്യം വിളിക്കുന്നു. അങ്ങനെ ഓണാഘോഷത്തിന് വേണ്ടി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കും ഗ്രൗണ്ടിൽ. പക്ഷേ ഭക്ഷണം മനസ്സിലാണ് നമ്മൾ ഭീരായിട്ട് മനസ്സിലാക്കാം. അതിന് മേൽനോട്ടം എനിക്കാണ്. കുടുംബിലാണ് എല്ലാവരും മേൽനോട്ടും. അവർ ചെയ്യും, എല്ലാവരും ചെയ്യും. അത് ശരിയാണോ എന്ന് നോക്കുക എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ ഒരു കൊല്ലം കഴിക്കും. 2ാം കൊല്ലം പഠിക്കണ ക്ലാസ്സായി, നന്നായി പഠിക്കും ക്ലാസ്സായി. 2ാം കൊല്ലം അവർ പിന്നെയും ഞാൻ തന്നെ ചോദിച്ചു. അത് വേറെ ഇതിലായിരുന്നു. അതും തന്നെ 90% കിട്ടി. അതിൻ്റെ പല കാരണമുണ്ട്. മറ്റേ വളരെ സ്മാർട്ടായി ഓടാൻ, ജമ്പിങ്, ജോലിങ് ത്രോ, ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഇതൊക്കെ അമ്മച്ചനും അനിയനും ഉണ്ണിയിട്ടാണ് അതേമാതിരി പിന്നെ ഞാൻ ലീഡറായി. പിന്നെ ഞാൻ ഈ 2 കൊല്ലം ലീഡറായതോട് കൂടിയിട്ട് എൻ്റെ പഠിത്തം പിന്നാക്കി. പിന്നെ എനിക്കും ഇൻട്രസ്റ്റ് ഇതിലായി പഠിക്കാൻ നോക്കി. നാടകം ഇതിലൊക്കെ ഞാൻ അവസാനം 2ാം കൊല്ലം കഴിഞ്ഞപ്പോൾ ആരെക്കുറിപ്പ് പറഞ്ഞു, നീ ഇവിടെ പഠിക്കുന്ന നേരെ ഞാൻ തോൽപ്പിച്ചു. പണത്തിൽ തോൽപ്പിച്ച കാരണം പഠി നന്നായ പിന്നെ ഞാൻ പഠിക്കും. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിൽ തോൽപ്പിച്ചു. 9ാം ക്ലാസ്സിൽ ഞാൻ നേരെ ഒറ്റപ്പാലത്ത് പോയി. 15 പോളിടെക്നിക്കൽ സ്ഥാപനം ഉണ്ടായി. അതിൽ ഇലക്ട്രോണിക് സബ്ജക്റ്റ് എടുത്തു.